ഇവന് കുറച്ച് കൊടുത്താട്ടോ, കുറച്ച് അത് മതി. ഇപ്പൊ തന്നെ ചൂടാണ്. അവസാനം ഇവിടെ വയമ കിടക്കരുത് കേട്ടോ, ഞങ്ങളെ കൊണ്ടായില്ല. ഞാൻ പോകും. പള്ളി ചേർത്ത് നല്ല മോന്തിട്ട് വരിക. ഞാൻ പറഞ്ഞത് ഇല്ല വിട്ടോ പുറയിൽ എത്രയൊക്കെ കൊടുന്നു എന്നോടല്ല പറഞ്ഞേ. ഒരു പ്രശ്നമില്ല. പകുതിയോട് കൊടുക്കും. ഒപ്പം തന്നെ ആവണോ? മാസല്ല, പകുതിയോട് കൊടുക്കും. അവസാനം എന്തെങ്കിലും വിഷയമായിട്ട് ഒരിക്കൽ താളന്നല്ലോ. ഒരു തുള്ളി കൊടുത്തേ. വാളത്തിന് കുറെ നിൽക്കോ? ഓ കേട്ടോ, വഴിയിലടയും കിടക്കും. ഞാൻ വീട്ടിലാക്കി. നീ വീട്ടിലാക്കാൻ പോകുന്ന ഓനോടുള്ള സ്നേഹം കൊണ്ടല്ലോ, അത് വിടിട്ടോ. അതെനിക്കറിയാം. എന്തോന്ന് അവന്റെ ഓളോടുള്ള സ്നേഹം കൊണ്ടാ. ചൂടായിപ്പാടെ നിൽക്കട്ടെ കേട്ടോ. ഇരുന്നില്ലേ? ഓ എന്തൊരു കഷ്ടായത്. അല്ലാതെ ഇയാൾക്കോ ചിന്തയല്ല കുടുംബം നോക്കണമെന്ന്. നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? വയമ കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കൂട്ടി കൊണ്ടുപോകണം. എവിടുന്നോ കുടിച്ച് വരിക. അല്ലടോ, ഇവനിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്ത് പറയാനാ, എന്ന് കുടി എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. എടോ, പൈസത്തേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, പൈസ ഞാൻ തരാം. എന്നാ ശരി, എനിക്ക് കുറച്ച് അടുക്കളയിൽ പണിയുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ? എന്തൊരു കഷ്ടം കൊണ്ട് നേരെ ഇരിക്കിങ്ങള്, നേരെ ഇരിക്കുന്നേ. അല്ലാന്ന് നിങ്ങൾ ഏത് കാലായി ഇങ്ങനെ കുടിക്കുന്നത്? നിങ്ങൾക്ക് ഒന്ന് കുടി നിർത്തി നന്നായിക്കൂടെ മനുഷ്യ? നന്നാകാൻ പാടില്ല. നല്ലൊരു വേഗം പിടിക്കും പറിച്ച്. അതുകൊണ്ടാണ് നന്നാകത്ത്. അതിന്റെ പുക കാണാൻ എന്റെ പുക അല്ലെ? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് നോക്ക്. ഒന്നേക്ക് നിങ്ങൾ കുടുംബം നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കുടിയും കൊണ്ട് നടക്ക്. കഷ്ടപ്പെട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഞാൻ കുടിക്കാൻ നോക്കാം. കുടുംബഞ്ഞി നോക്കിക്കോ. ഞാൻ ചോറ് എടുക്കട്ടെ. ഞാൻ ചോറ് എടുത്തിട്ട് വരാം. അവിടെ നിൽക്ക് കേട്ടോ. ഇല്ല, ഞാൻ പിന്നെ നീ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചോ. നിങ്ങൾ ഉദ്ദേശിക്ക് മനസ്സിലായി. നിങ്ങളെ പോലുള്ള ആളുകളുടെ മുന്നിൽ ഗതികേട് കൊണ്ട് മടിക്കു തൈക്കടി വന്ന കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അന്ന് പണ്ട്. വൈജേട്ടൻ നന്നായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതിന്റെ പേരിൽ ഒരുത്തന്റെ മുന്നിലും മടിക്കു തഴിക്കാൻ ഞാൻ പോകുന്നില്ല. കാലം മാറി സുധിയേട്ടാ. പെൺകുട്ടികൾക്കേ ബോധം വന്നു. ഇപ്പോഴും ബോധം വരാത്തതേ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാ. ജീവിച്ച് പൊയ്ക്കോട്ടെ. ശരി.